ഗൾഫ് നാടുകളിൽ വിയർപ്പൊഴുക്കി സ്വപ്നങ്ങളുടെ വലിയ കോട്ടകൾ കെട്ടിപ്പടുക്കുന്നവരാണ് ഓരോ പ്രവാസിയും. വിശേഷിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിലേക്ക് വിമാനം കയറുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ദുബായിലെയും അബുദാബിയിലെയും ജോലികൾ എക്കാലത്തും വലിയൊരു സുരക്ഷിതത്വമാണ് നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും ആളിക്കത്തുന്ന യുദ്ധവും സംഘർഷങ്ങളും യുഎഇയുടെ തൊഴിൽ വിപണിയെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനും ഉൾപ്പെടുന്ന വലിയൊരു യുദ്ധസമാന സാഹചര്യം ഗൾഫ് മേഖലയുടെ സാമ്പത്തിക സ്ഥിരതയെ പിടിച്ചുകുലുക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ഇരകളാകുന്നത് സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളാണ്. സുരക്ഷിതമെന്ന് കരുതിയ പല ജോലികളും ഇന്ന് അനിശ്ചിതത്വത്തിന്റെ വക്കിലാണ്. ഒരു ഭാഗത്ത് ദിനംപ്രതി ഉയരുന്ന ജീവിത ചെലവുകളും മറുഭാഗത്ത് ജോലി നഷ്ടപ്പെടുമോ എന്ന നിരന്തരമായ ഭയവും പ്രവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ ഭൂഖണ്ഡത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയവും സൈനികവുമായ ഏറ്റുമുട്ടലുകൾ ഒരിക്കലും കേവലം അതിർത്തി തർക്കങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാറില്ല. ആഗോള വിപണിയുടെ സ്ഥിരാകേന്ദ്രമായ ഗൾഫ് മേഖലയിലേക്ക് ഈ യുദ്ധത്തിന്റെ അലയൊലികൾ അതിവേഗമാണ് വ്യാപിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങളുടെയും അതിർത്തി കടന്നുള്ള സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികൾ തങ്ങളുടെ യാത്രകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വിമാന സർവീസുകളെയും സുഗമമായ ചരക്കു നീക്കത്തെയും ഈ സംഘർഷങ്ങൾ സാരമായി ബാധിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ദുബായിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് വിനോദസഞ്ചാരവും വ്യാപാരവുമാണ്. സുരക്ഷാ ഭീഷണികൾ ഉയർന്നതോടെ അന്താരാഷ്ട്ര നിക്ഷേപകരും വിനോദസഞ്ചാരികളും ഗൾഫിലേക്കുള്ള യാത്രകളിൽ നിന്ന് പിന്തിരിഞ്ഞു. ലക്ഷക്കണക്കിന് ഹോട്ടൽ ബുക്കിംഗുകൾ റദ്ദാക്കപ്പെട്ടത് സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചിരിക്കുന്നു. വിപണിയിലെ പണമൊഴുക്ക് കുറയുകയും വരുമാനം നിലയ്ക്കുകയും ചെയ്തതോടെ കമ്പനികൾ തങ്ങളുടെ പ്രവർത്തന ചെലവ് ചുരുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി യുഎഇയിലെത്തി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികളാണ്. പ്രവാസികളുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ റിക്രൂട്ടിംഗ് സ്ഥാപനമായ മാൻപവർ ഗ്രൂപ്പാണ്. യുഎഇയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 546 പ്രമുഖ സ്വകാര്യ കമ്പനികളിൽ അവർ നടത്തിയ സമഗ്രമായ മാൻപവർ സർവേയുടെ ഫലങ്ങൾ തികച്ചും നിരാശാജനകമാണ്. സർവേയിൽ പങ്കെടുത്ത കമ്പനികളിൽ 4-1, ഏകദേശം 25% സ്ഥാപനങ്ങളും വരും മാസങ്ങളിൽ തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായി തുറന്നു സമ്മതിച്ചിരിക്കുന്നു. ഇതിനർത്ഥം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തങ്ങളുടെ ജോലി വൈകാതെ നഷ്ടപ്പെടുമെന്നാണ്. ഇതിനു പുറമെ സർവേയിൽ പങ്കെടുത്ത 3-1 കമ്പനികളും ഈ വർഷം പുതിയതായി ആളുകളെ ജോലിക്ക് എടുക്കേണ്ടതില്ലെന്ന കർശന തീരുമാനത്തിലുമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആദ്യമായാണ് യുഎഇയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഇത്ര വലിയ തോതിൽ ഇടിയുന്നത്. സംഘർഷം തുടങ്ങിയ ആദ്യ നാളുകളിൽ സ്ഥിതിഗതികൾ പെട്ടെന്ന് ശാന്തമാകുമെന്ന പ്രതീക്ഷയിൽ കുറഞ്ഞ ശമ്പളത്തിലെങ്കിലും ജീവനക്കാരെ നിലനിർത്താൻ കമ്പനികൾ ശ്രമിച്ചിരുന്നുവെങ്കിലും യുദ്ധം മാസങ്ങളോളം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കമ്പനികൾ നിർബന്ധിതരാവുകയാണ്. ഒരു സുപ്രഭാതത്തിൽ കമ്പനി അടച്ചുപൂട്ടി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിന് പകരം വളരെ തന്ത്രപരമായ ലേ ഓഫ് രീതികളാണ് പല യുഎഇ കമ്പനികളും ഇപ്പോൾ പിന്തുടരുന്നത്. വലിയ ശതമാനം കമ്പനികളും നിലവിലെ ജീവനക്കാരുടെ ശമ്പളത്തിൽ 20 മുതൽ 50% വരെ കുറവ് വരുത്തിയിരിക്കുന്നു. പകുതി ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് പ്രവാസികളുടെ സാമ്പത്തിക താളപ്പിഴകൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് വായ്പകളും ഉയർന്ന വീട്ടുവാടകയും നാട്ടിലേക്കുള്ള പണമയക്കലുമെല്ലാം പകുതി ശമ്പളത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിന് പുറമെ നിരവധി ആളുകളെ ശമ്പളമില്ലാത്ത അവധിയിൽ, അതായത് അൺപെയ്ഡ് ലീവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാസങ്ങളോളം ജോലിയില്ലാതെയും വരുമാനമില്ലാതെയും കമ്പനിയുടെ താമസ സ്ഥലങ്ങളിൽ കഴിയേണ്ടി വരുന്നത് മാനസികമായും സാമ്പത്തികമായും വലിയൊരു തകർച്ചയാണ് ഉണ്ടാക്കുന്നത്. സ്ഥിതിഗതികൾ അനുകൂലമാകുമ്പോൾ തിരികെ വിളിക്കാമെന്ന വാഗ്ദാനത്തിൽ കമ്പനികൾ ജീവനക്കാരെ സ്റ്റാൻഡ് ബൈ മോഡിൽ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താനും മറ്റടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനും വരുമാനമില്ലാതെ ഇവർ പെടാപ്പാട് പെടുകയാണ്. ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ പുതിയൊരു ജോലി തേടി ദിവസവും കമ്പനികൾ കയറിയിറങ്ങുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിനോദസഞ്ചാര, ഹോസ്പിറ്റാലിറ്റി മേഖലയെയാണ് ഈ യുദ്ധപ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. ദുബായ് പോലെയുള്ള നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികൾ പണിയെടുക്കുന്ന വലിയൊരു തൊഴിൽ മേഖലയാണിത്. 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി വെട്ടിച്ചുരുക്കി. 30 പേർ ജോലി ചെയ്തിരുന്ന പല ഹോട്ടൽ ഷിഫ്റ്റുകളിലും ഇപ്പോൾ വെറും 3-4 പേരെ മാത്രമാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. ബാക്കിയുള്ളവരെ അനിശ്ചിതകാലത്തേക്ക് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ റീറ്റെയിൽ വിപണിയും പ്രത്യേകിച്ച് ലക്ഷറി ഫാഷൻ ബ്രാൻഡുകളുടെ വിൽപ്പനയും വലിയ തോതിൽ ഇടിഞ്ഞു. ഷോപ്പിംഗ് മാളുകളിലെ സെയിൽസ് കിയോസ്കുകളിൽ ജോലി ചെയ്യുന്ന പലരുടെയും കമ്മീഷനുകളും ബോണസുകളും പൂർണ്ണമായും നിർത്തലാക്കി. അവരെ വളരെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളത്തിലേക്ക് മാത്രം ചുരുക്കിയിരിക്കുകയാണ്. ഏവിയേഷൻ, മീഡിയ, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലും തൊഴിലവസരങ്ങൾ വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ വരാത്തതിനാൽ കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് മേഖലകളും വലിയ ആശങ്കയിലാണ്. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസികൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. യുഎഇയിലെ തൊഴിൽ നിയമപ്രകാരം ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിപ്പിക്കുന്നതിനോ ജീവനക്കാരുടെ രേഖാമൂലമുള്ള സമ്മതം, അതായത് റിട്ടേൺ കൺസെന്റ് കർശനമായും നിർബന്ധമാണ്.
യുദ്ധമോ സാമ്പത്തിക മാന്ദ്യമോ കമ്പനിയുടെ വരുമാന നഷ്ടമോ കാരണമാണെങ്കിൽ പോലും ഏകപക്ഷീയമായി ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ കമ്പനികൾക്ക് അധികാരമില്ല. കൃത്യമായ കാരണം ബോധിപ്പിക്കാനും എത്ര നാളത്തേക്കാണ് ശമ്പളം കുറയ്ക്കുന്നതെന്ന് വ്യക്തമാക്കാനും കമ്പനികൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കാരണം ഭൂരിഭാഗം പ്രവാസികളും കമ്പനി നൽകുന്ന രേഖകളിൽ കണ്ണടച്ച് ഒപ്പിട്ട് നൽകുകയാണ് പതിവ്. നിയമപരമായ പരിരക്ഷയുണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിൽ ജോലി നിലനിർത്തുക എന്നത് ജീവൻ മരണ പ്രശ്നമായതിനാൽ പലരും അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ് സങ്കടകരമായ വസ്തുത. ഗൾഫ് മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം പല വലിയ പ്രതിസന്ധികളെയും അവർ അതിജീവിച്ചിട്ടുണ്ടെന്നത് നമുക്ക് കാണാൻ സാധിക്കും. കോവിഡ് കാലഘട്ടത്തിലും സമാനമായ രീതിയിൽ വിപണിയിൽ തൊഴിൽ നഷ്ടങ്ങളും ശമ്പളം വെട്ടിക്കുറയ്ക്കലുകളും നടന്നിരുന്നുവെങ്കിലും പിന്നീട് വളരെ വേഗത്തിൽ ആ സമ്പദ് വ്യവസ്ഥ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ വന്നിരുന്നു. അന്ന് ശമ്പളം വെട്ടിക്കുറച്ച പല കമ്പനികളും പിന്നീട് പ്രതിസന്ധി മാറിയപ്പോൾ അത് ജീവനക്കാർക്ക് തിരികെ നൽകിയ ചരിത്രവും UAE-യിലുണ്ട്. എന്നാൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളും വൻ ശക്തികളുടെ ഇടപെടലുകളും എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നത് പ്രവചിക്കുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിൽ പ്രവാസികൾ തങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം കർശനമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ചുരുക്കിയും വാടക കുറഞ്ഞ താമസ സ്ഥലങ്ങളിലേക്ക് മാറിയും സുരക്ഷിതമായ സമ്പാദ്യശീലങ്ങൾ വളർത്തിയെടുത്തും ഈ ദുഷ്കരമായ കാലഘട്ടത്തെ നേരിടാൻ നാം തയ്യാറെടുക്കണം. കമ്പനികൾ ജോലികൾ വെട്ടിച്ചുരുക്കുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളും തൊഴിൽ നൈപുണ്യങ്ങളും പഠിച്ചെടുത്ത് സ്വന്തം പ്രൊഫൈൽ നിരന്തരം മെച്ചപ്പെടുത്തുന്നത് മറ്റൊരു ജോലി എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായകരമാകും. ഇരുണ്ട മേഘങ്ങൾ മാറി പശ്ചിമേഷ്യൻ ആകാശം വീണ്ടും തെളിയുമെന്നും പ്രവാസികളുടെ ജീവിതത്തിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു തൊഴിൽ സാഹചര്യം വൈകാതെ മടങ്ങി വരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ആ ഒരു നല്ല നാളേക്കായി കരുതലോടെയും കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടെയും കാത്തിരിക്കുക എന്നത് മാത്രമാണ് നിലവിൽ പ്രവാസി സമൂഹത്തിന് മുന്നിലുള്ള ഏക പോംവഴി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.